ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടിച്ചട്ടിയാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി വയ്ക്കുന്ന വൈറ്റ് സിമെൻറ്റ് ഉപയോഗിച്ചാണ് നമ്മളിത് ചെടിച്ചട്ടി ഉണ്ടാക്കി വയ്ക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ വീഡിയോ കാണുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി തീർച്ചയായിട്ടും ലൈക്ക് ഒന്ന് അടിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ പോട്ട് ഉണ്ടാക്കാനായിട്ട്, നമുക്ക് ഈ ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പിലാണ് ആ ചെടിച്ചട്ടി ഉണ്ടാക്കേണ്ടത് ആ ഷേപ്പിന് തക്കവണ്ണമുള്ള രണ്ട് പാത്രങ്ങൾ എടുക്കുക. ഒരെണ്ണം വലുതും ഒരെണ്ണം അതിനുള്ളിൽ ഇരിക്കാൻ പാകത്തിന്, കുറച്ച് ഗ്യാപ്പ് ഇട്ട് രീതിയിൽ ഇരിക്കാൻ പാകത്തിന് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് സിമെൻറ്റാണ്. ഇതിപ്പോൾ 1 കിലോ വൈറ്റ് സിമെൻറ്റാണ് മേടിച്ചത്. ഏകദേശം ഒരു 30 രൂപയോളം വരത്തേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ച് ഏകദേശം എനിക്ക് തോന്നുന്നു മിനിമം രണ്ടെണ്ണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു ചെടിച്ചട്ടിക്ക് 15 രൂപ നമുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഫുള്ള് നമുക്കൊന്ന് ഇതിലോട്ട് ഇടാം. ഇട്ടതിന് ശേഷം 2 ഗ്ലാസ് വെള്ളം, 2-2.5 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കണം മിക്സ് ചെയ്യാൻ വേണ്ടി. അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പെട്ടെന്നൊന്ന് എടുക്കാം നമുക്ക്. അതേപോലെ തന്നെ നമുക്ക് ഈ ചെടിച്ചട്ടിയൊക്കെ വെളിയിൽ മേടിക്കാനും കിട്ടും, പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ. അപ്പോൾ അതിനും ഒരുപാട് വിലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കണക്കത്തെ നമുക്കിതിപ്പോൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടേതായ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. നമുക്കുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതും ഇതിൻ്റെ ഒരു ഗുണവശമാണ്. അപ്പം നമ്മളതെല്ലാം കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ. ഇനി നമുക്ക് നമുക്ക് ഓയിലാണ്. ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രം വെക്കുമ്പം അതേ കണക്കിന് അത് ഇളകി വരണം ലാസ്റ്റ്, അല്ലെങ്കിൽ പല സൈഡും പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അത് നമ്മൾ എന്തെങ്കിലും ഓയിൽ എടുക്കുക. അതിന് നല്ല ഓയിൽ എടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് വേസ്റ്റായിട്ടുള്ള എന്ത് ഓയിലും നമുക്ക് എടുത്ത് ഇതിൻ്റെ അകത്ത് ഒന്ന് ജസ്റ്റ് തേച്ച് വെക്കുക. അപ്പോൾ നമുക്ക് നൈസായിട്ട് എങ്ങും പൊട്ടാത്ത രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പോട്ട് ലഭിക്കും. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വെളിയിലും ഇതിൻ്റെ അകത്തും നമ്മളിപ്പോൾ ഓയിൽ നല്ല രീതിയിൽ തേക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു വിഷയവും വരത്തില്ല. നല്ല രീതിയിൽ മിക്സായി നന്നായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഇനി ഒരു തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നടുക്ക് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനാണ്. കാരണം ഇതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഇതിപ്പം മുകളിൽ നിന്ന് താഴോട്ട് അടി വരെ ഫിക്സ് ആവത്തുമില്ല. ഇത് സെറ്റായി വരുമ്പോഴത്തേക്കും അടിയിൽ നമുക്കൊരു ഹോളായിട്ടും ഉപയോഗിക്കാം. അപ്പം വെള്ളമൊക്കെ താഴോട്ട് ഇറങ്ങാനും മണ്ണിലോട്ടൊക്കെ ഇറങ്ങാനൊക്കെ വളരെയധികം യൂസ്ഫുള്ളാണത്. അപ്പം അടിയിലൊരു തെർമോക്കോൾ വെച്ചതിന് ശേഷം ഒരു 2 സൈഡ് ടേപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഈ മുകളിൽ വയ്ക്കുന്ന ഇതുമായിട്ടൊന്ന് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ നമ്മളത് അടിഭാഗം ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫുള്ള് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടതിന് ശേഷം ഏകദേശം ഒരു ഹാഫ് ഹോളം ഇട്ടിട്ടുണ്ട്. ഹാഫ് ഹോളം ഇട്ടതിന് ശേഷം നമ്മൾ അതിലോട്ട് അകത്ത് വയ്ക്കുന്ന പാത്രം ഏതാണോ അതൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡെല്ലാം സെറ്റാക്കിയതിന് ശേഷം മാത്രം ജസ്റ്റ് ആ പാത്രം വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് പ്രസ് ചെയ്യുമ്പം നമ്മൾ ഒരിക്കലും പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒരിക്കലും ഇരിക്കത്തില്ല. അത് പിന്നെയും പൊങ്ങി വരും. അപ്പോൾ അതിന് നല്ല രീതിയിൽ വെയിറ്റ് മണ്ണോ കല്ലോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ 2-3 കല്ലെടുത്ത് വെക്കുകയാണ്. നല്ല വെയിറ്റിൽ താന്നിരിക്കണം, എന്നാലും നമുക്ക് ആ ഒരു ഇതിൽ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ കുറച്ച് കല്ലെടുത്ത് വെച്ചാലും അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ അല്ലെങ്കിൽ പൊങ്ങി വരാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ടേപ്പും കൂടെ ഒട്ടിക്കുകയാണ് അതിൻ്റെ മുകളിൽ. ഇപ്പം ഞാൻ ടേപ്പ് ക്രോസ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു ദിവസം ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ദിവസം ഉണങ്ങാനായിട്ട് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ടേപ്പൊക്കെ നമുക്ക് അഴിച്ച് മാറ്റിയിട്ട് കല്ലൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയത് നല്ല കറക്റ്റായിട്ട് വന്നോ, നല്ല സെറ്റായിട്ടാണ് വന്നേക്കുന്നത്, എന്തെങ്കിലും നമുക്ക് അതിൽ നിന്ന് പൊട്ടിപ്പോയോ അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം നമുക്ക് എന്തോ പറ്റിയെന്ന്. അപ്പോൾ കല്ലൊക്കെ എടുത്ത് മാറ്റി നമുക്ക് ഒട്ടിച്ചേക്കുന്ന ടേപ്പും കൂടെ എടുത്തങ്ങ് മാറ്റാം. ടേപ്പും കൂടെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നോക്കാം. വളരെ സാവധാനം തന്നെ നമ്മളിത് ചെയ്യുക. അപ്പം സാവധാനം ചെയ്യുക. ജസ്റ്റ് സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. വളരെ പെതുക്കെ മാത്രം തട്ടി കൊടുക്കുക. ഒരിക്കലും വലിച്ച് നമ്മൾ അടിക്കരുത്. അപ്പോൾ ഒരുപാട് വട്ടം ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പല ഭാഗങ്ങളും പൊട്ടിപ്പോവും. ചെറുതായിട്ടൊന്ന് തട്ടിയതിന് ശേഷം ഫ്രണ്ട് ഭാഗം ജസ്റ്റ് ഒന്ന് അനക്കി വെക്കുമ്പോൾ നമുക്കത് ഇളകി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ല അതേ ഷേപ്പിന് തന്നെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. അകംഭാഗത്ത് നല്ല രീതിയിൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പുറം ഭാഗവും ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഇപ്പോൾ കത്രിക വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടി ചെറുതായിട്ടൊന്ന് കൊടുക്കുകയാണ്. അപ്പം ചെറുതായിട്ടൊന്ന് സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഇളകാതിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ തട്ടുമ്പോൾ നമുക്ക് ഇളകി കിട്ടും. അങ്ങനെ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഇളകി വരും. നമ്മൾ ഓയിൽ തേച്ച് വയ്ക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിക്ക് തന്നെ ഇളകി വരും.
അപ്പം നമ്മുടെ പോട്ട് വളരെയധികം നല്ല ഭംഗിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്ങും പൊട്ടിയിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല. നമുക്ക് കറക്റ്റ് ഫിനിഷിങ്ങിൽ തന്നെ നമ്മുടെ പോട്ട് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഏത് പ്ലാസ്റ്റിക് ഇതാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള ഷേപ്പിൽ നമുക്കിത് ലഭിക്കും. വളരെ നന്നായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടേതായ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ അകത്തിൽ നമ്മളൊരു തെർമോക്കോൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തെർമോക്കോൾ ഇളക്കിയാൽ മതി. നമുക്ക് ഒരു ഹോളായിരിക്കും അവിടെ. അപ്പം വെള്ളം ഇറങ്ങി ഭൂമിയിലോട്ട് പോകാനൊക്കെ വളരെ നല്ലതാണ്. അതിനാണ് നമ്മൾ ഈ തെർമോക്കോൾ വെച്ചതും കൂടെ. അപ്പോൾ അത് നമ്മൾ ഇളക്കണം. ഇളക്കഴിഞ്ഞ് പെയിൻറ്റ് അടിച്ച് ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് ഉണങ്ങി സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ നമുക്ക് പെയിൻറ്റും കൂടെ ചെയ്യാം. ഏത് പെയിൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഉള്ള പെയിൻറ്റ് നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മൾ മാക്സിമം ഒന്ന് അലങ്കരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഉള്ള പെയിൻറ്റ് നമ്മളൊന്ന് ജസ്റ്റ് തേച്ച് നല്ലതായിട്ടൊന്ന് പിടിപ്പിക്കുകയാണ്. അപ്പം കുറച്ചും കൂടെ ഭംഗി വരാൻ വേണ്ടി നമ്മളിങ്ങനെയൊക്കെ കുറച്ച് മിനുക്ക് പണികളൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പം നമുക്ക് ഇത് ഒന്ന് ഫുള്ളൊന്ന് അടിച്ചതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം നല്ല ഭംഗിയുണ്ട്. പെയിൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.